നമസ്കാരം. കേരള നിയമസഭയുടെ ചരിത്രപ്രസിദ്ധമായ ആദ്യ സമ്മേളനത്തിനും MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുമാണ് ഇന്ന് കേരള മണ്ണ് സാക്ഷ്യം വഹിച്ചത്. ഓരോ മണ്ഡലത്തിലെയും ജനപ്രതിനിധികൾ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് ആകാംക്ഷയോട് ഉറ്റുനോക്കി നിന്ന ചില അപൂർവമായ കാഴ്ചകൾ ഇന്ന് സഭയിലുണ്ടായി. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല എന്ന് തെളിയിക്കുന്ന ചരിത്രത്തിൽ കാലം കാത്തുവെച്ച വലിയൊരു കാവ്യനീതിക്കാണ് ഇന്ന് നിയമസഭാ മന്ദിരം സാക്ഷ്യം വഹിച്ചത്. പിണറായിയുടെ അഹങ്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പോയ പൊതുവേദികളിൽ വെച്ച് പിണറായി തന്നെ പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്ത പാർട്ടി വിട്ട 3 നേതാക്കൾ ഇന്ന് ജനവിധി തേടി വന്ന് പിണറായി വിജയന്റെ കൺമുന്നിൽ വെച്ച് ജനപ്രതിനിധികളായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സഭയിൽ നിന്നും എഴുന്നേറ്റ് ഓടാൻ പോലും കഴിയാതെ നെഞ്ചു പിടഞ്ഞിരിക്കേണ്ടി വന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ നിസ്സഹായമായ മുഖമായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാലത്ത് 9 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചപ്പോൾ സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് പ്രോടൈം സ്പീക്കറായ ജി സുധാകരനായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് CPM-ൽ നിന്ന് ആദ്യമായി ഉയർന്ന വിമത ശബ്ദങ്ങളിലൊന്ന് ജി സുധാകരന്റേതായിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരസ്യമായി പരിഹസിച്ചുവെന്നും അമ്പലപ്പുഴയിലെ ലോക്കൽ നേതൃത്വം തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ആരോപിച്ച് പാർട്ടി വിട്ട സുധാകരനെ തെരഞ്ഞെടുപ്പ് വേദികളിൽ വെച്ച് ചെറ്റ എന്ന് വിളിച്ച് അങ്ങേയറ്റം മോശമായി അധിക്ഷേപിച്ച ആളാണ് പിണറായി വിജയൻ. ഇന്ന് പാർട്ടി അംഗത്വമില്ലെന്ന് പ്രഖ്യാപിച്ച് പിന്തുണയോടെ സ്വതന്ത്രനായി ജനവിധി തേടിയ സുധാകരൻ ഇന്ന് അമ്പലപ്പുഴയിൽ സൃഷ്ടിച്ചത് വൻ രാഷ്ട്രീയ ഭൂകമ്പമാണ്. സിറ്റിംഗ് MLA ആയ H സലാമിനെ വെറും 47,249 വോട്ടുകൾക്ക് ഒതുക്കി താൻ 19,000 വോട്ടിന് ജയിക്കുമെന്ന പ്രവചനങ്ങളെ പോലും കാറ്റിൽ പറത്തി 27,935 വോട്ടിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ജി സുധാകരൻ വിജയക്കൊടി പാറിച്ചത്. എന്നാൽ ഇന്ന് സഭയിൽ കണ്ട ദൃശ്യം എന്തായിരുന്നു? അക്ഷരമാലാക്രമത്തിൽ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാനായി ഡയസിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് താൻ അധിക്ഷേപിച്ച സുധാകരനെ പ്രോടൈം സ്പീക്കറുടെ കസേരയിൽ കണ്ട പിണറായിക്ക് നിറഞ്ഞ ചിരിയോടെ അദ്ദേഹത്തിന് കൈ കൊടുക്കേണ്ടതായി വന്നു. സ്പീക്കറുടെ ഇരിപ്പിടത്തിൽ നിന്നും ജി സുധാകരൻ എഴുന്നേറ്റ് വരികയും ഇരുവരും പരസ്പരം ചിരിച്ച് ഹസ്തദാനം ചെയ്ത് തോളിൽ തട്ടി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ തനിക്ക് ശത്രുക്കളില്ലെന്ന് സുധാകരൻ മുൻപേ പറഞ്ഞിരുന്നെങ്കിലും തന്നെ പുകച്ച് പുറത്താക്കിയവർക്ക് മുന്നിൽ പിണറായിയെ തല കുനിപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിഞ്ഞത് സുധാകരന്റെ 63 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് കാലം നൽകിയ വലിയൊരു അംഗീകാരമാണ്. സഭയെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയായിരുന്നു തളിപ്പറമ്പിൽ നിന്നുള്ള പുതിയ നിയമസഭാംഗമായി TK ഗോവിന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞ. UDF അംഗങ്ങൾ വലിയ കയ്യടിയോടെയാണ് ഗോവിന്ദൻ മാസ്റ്ററെ നടുത്തളത്തിലേക്ക് വരവേറ്റത്. എന്നാൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുന്നായി ഗോവിന്ദൻ മാസ്റ്റർ നേരെ നടന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരിക്കുന്ന ഭാഗത്തേക്കായിരുന്നു. പിണറായിയുടെ അടുത്തെത്തി അദ്ദേഹത്തിന് ദൃഢമായി കൈ കൊടുത്ത ശേഷമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. CPM-ന്റെ ഏറ്റവും ശക്തമായ കോട്ടയായ തളിപ്പറമ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ 12,551 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിലംപരിശാക്കിയത്. TK ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് നിയമസഭയിലേക്ക് നടന്നു കയറുന്നത് അവരെ പരാജയപ്പെടുത്തിയാണ്. തളിപ്പറമ്പ് MLA ആയിരുന്ന MV ഗോവിന്ദൻ മത്സര രംഗത്തു നിന്നും മാറി നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സ്വന്തം ഭാര്യ PK ശ്യാമളയെ നിർദ്ദേശിച്ചതിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു. കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കുമെതിരെ 60 വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച TK ഗോവിന്ദൻ മാസ്റ്റർ പരസ്യമായി ശബ്ദമുയർത്തിയപ്പോൾ അതിനെ ചർച്ച ചെയ്ത് തീർക്കുന്നതിന് പകരം കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വഴി പിറ്റേ ദിവസം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് പിണറായിയും ഗോവിന്ദനും ചെയ്തത്. മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് ശ്യാമളയെ തിരികെ കയറ്റിയത് ചോദ്യം ചെയ്ത ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടിയെ വഞ്ചിച്ചവനെന്ന് മുദ്രകുത്തി അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയെ കൊണ്ടുവരെ തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ ക്രൂര നേതൃത്വം. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച ഗോവിന്ദൻ മാസ്റ്റർക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹത്തിന്റെ ബോർഡുകൾ വ്യാപകമായി നശിക്കപ്പെട്ടു. പോളിംഗ് സ്റ്റേഷനിലെത്തിയ ഈ വയോധികനായ നേതാവിനെ CPM-ന്റെ ഗുണ്ടാസംഘങ്ങൾ വളഞ്ഞു നിന്ന് കൂവി വിളിക്കുന്ന അങ്ങേയറ്റം അരോചകമായ സാഹചര്യവുമുണ്ടായി. എന്നാൽ അണികളുടെ ഈ കൂവലും നേതാക്കളുടെ ധാർഷ്ട്യവും തളിപ്പറമ്പിലെ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ അവമതിപ്പാണ് ഉണ്ടാക്കിയത്. അതിന്റെ കൃത്യമായ മറുപടിയാണെന്ന് വൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ നേടിയ ഈ മിന്നുന്ന വിജയം. 77-ന് ശേഷം അങ്ങോട്ട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM-നെ മാത്രം വിജയിപ്പിച്ച മണ്ണായിരുന്നു തളിപ്പറമ്പ്. 70-കളുടെ അവസാനമായി ഇവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ വെറും
909 വോട്ടുകൾ മാത്രമായിരുന്നു UDF ലഭിച്ചിരുന്നത്. 2016 ജെയിംസ് മാത്യു 40,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ണ്. കഴിഞ്ഞ 2021 സാക്ഷാൽ MV ഗോവിന്ദൻ 22,689 വോട്ടുകൾക്ക് ജയിച്ചു കയറിയ അതേ സ്വന്തം മണ്ഡലത്തിലാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ചെങ്കോട്ട തകർത്ത് വിസ്മയം തീർത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും K സുധാകരന്റെ നേതൃത്വത്തിൽ UDF ഇവിടെ ലീഡ് ഉയർത്തി CPM-നെ ആശങ്കപ്പെടുത്തിയിരുന്നെങ്കിലും നിയമസഭയിൽ തങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന വലിയ അഹങ്കാരത്തിലായിരുന്നു MV ഗോവിന്ദൻ. എന്നാൽ TK ഗോവിന്ദൻ മാസ്റ്റർക്ക് ജനങ്ങൾ നൽകിയ പിന്തുണയോടെ CPM-ന്റെ എല്ലാ കണക്കുകൂട്ടലുകളും അസ്ഥാനത്തായി. ഇവർക്ക് 2 പേർക്കും പുറമെ പയ്യന്നൂരിൽ നിന്നും വൻ ജനപിന്തുണയോടെ വിജയിച്ചു കയറിയ V കുഞ്ഞികൃഷ്ണനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് പിണറായി വിജയന്റെ കൺമുന്നിൽ വെച്ചാണ്. പാർട്ടിയിലെ ഫണ്ട് തട്ടിപ്പും അഴിമതിയും ധീരമായി ചോദ്യം ചെയ്തതിന്റെ പേരിൽ പാർട്ടി നേതൃത്വം ഒതുക്കാൻ നോക്കിയ നേതാവാണ് V കുഞ്ഞികൃഷ്ണൻ. CPM എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഈ 3 തലമുതിർന്ന നേതാക്കളും ഇന്ന് നിയമസഭയിലേക്ക് UDF പിന്തുണയോടെ വിജയിച്ചു കയറിയത് പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വിചാരിച്ചിരുന്നെങ്കിൽ വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഇവരുടെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അവരെയൊക്കെ വിളിച്ച് സംസാരിച്ച് പാർട്ടിക്കുള്ളിൽ നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം തന്റെ ആജ്ഞാനുവർത്തിയായ MV ഗോവിന്ദന്റെ വാക്ക് കേട്ട് ഇവരെ പരസ്യമായ വേദിയിൽ വെച്ച് അധിക്ഷേപിക്കാനും പുറത്താക്കാനുമാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. താൻ വേദിയിലിരുന്ന ചെറ്റയെന്നും പാർട്ടി വിരുദ്ധരെന്നും വിളിച്ച് ആക്ഷേപിച്ച അതേ ആളുകൾ ഇന്ന് തനിക്ക് മുന്നിൽ MLA-മാരായി വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ AKG സെന്ററിലെ ക്യാപ്സ്യൂളുകൾക്കും പിണറായിസത്തിന്റെ അഹങ്കാരങ്ങൾക്കും ജനങ്ങൾ നൽകിയ അന്തിമ വിധി എന്താണെന്ന് പിണറായിക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഫിഷറീസ് മന്ത്രി V അബ്ദുൾ ഗഫൂർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി, ആദരണീയനായ പ്രതിപക്ഷ നേതാവ് എന്ന G സുധാകരൻ സഭയെ അഭിസംബോധന ചെയ്തപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ യുഗമാറ്റത്തിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. 20 വർഷമായി ഇടതിനൊപ്പം നിന്ന അമ്പലപ്പുഴയും 50 വർഷമായി CPM-ന്റെ അപ്രമാദിത്വം തുടർന്ന തളിപ്പറമ്പും ഇന്ന് കൈവിട്ടു പോയത് പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. സ്വന്തം അണികളെയും ജനങ്ങളെയും വിഡ്ഢികളാക്കി എന്തും ചെയ്യാമെന്ന് കരുതിയ നേതൃത്വത്തിന് വോട്ടർമാർ നൽകിയ കനത്ത തിരിച്ചടിയാണ് ഈ 3 നേതാക്കളുടെയും വിജയം.